മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇത്രത്തോളമായിട്ടും അവളെ അയാൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അയാൾ ഒരു നട്ടലില്ലാത്തവനാണെന്ന് പറയേണ്ടി വരുമെന്ന് പറയുമ്പോൾ ആണായാലും പെണ്ണായാലും വഴിവിട്ട ബന്ധം നയിക്കുന്നവരെ കണ്ണൻ ഒരിക്കലും വെച്ചു വെറുപ്പിക്കില്ല. അത് നിനക്കും അറിയാവുന്നതാണല്ലോ മഞ്ജു. അതിന്റെ പേരിൽ മേഘനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ച പെണ്ണ് വഞ്ചിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ കൂടെ താമസിപ്പിക്കാൻ കണ്ണൻ തയ്യാറാവോ? തുടർന്ന് കരുണയോടായിട്ട് ദുർഗ പറയുന്നുണ്ട്, മോൾക്ക് ഇനി സങ്കടമൊന്നും വേണ്ട, മഹാലക്ഷ്മി ഇനി ഈ വീട്ടിലേക്ക് വരില്ല, അവളെ നമുക്ക് ആർക്കും കാണേണ്ടിയും വരില്ല എന്നുള്ള ദുർഗയുടെ വാക്കുകൾ കേട്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് വാമൻ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, എനിക്കും തനിക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്ത എന്റെ പെങ്ങൾ ഇപ്പൊ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെയൊക്കെ കണ്ണിലെ കരടായിട്ടുള്ള മഹാലക്ഷ്മി അവളുടെ തനി സ്വഭാവം പുറത്തെടുത്തു. അവള് കണ്ണനെ മറന്ന് സാഗറിനെ വലയിലാക്കാൻ നോക്കി. അത് സാഗർ കണ്ണനോട് പറഞ്ഞു. ഇപ്പൊ കണ്ണൻ സാഗറിനെയും കൂട്ടി അനന്തിന്റെയും വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവളെ വിചാരണ നടത്തട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, കണ്ണൻ ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് മഹാലക്ഷ്മി ചെയ്തിരിക്കുന്നത് പറയുമ്പോൾ അവൾ അതിലപ്പുറവും ചെയ്യും. കണ്ണൻ ഒരിക്കലും അവൾക്കൊരു നല്ല ഭർത്താവല്ലെന്ന് അവൾക്ക് അന്നേ അറിയാമായിരുന്നു. എന്നിട്ടും നാട്ടുകാരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവനെ ഭർത്താവായിട്ട് സ്വീകരിച്ചത്. എന്നിട്ട് അവള് സ്വന്തം നിലയ്ക്ക് അഴിഞ്ഞാടാൻ നോക്കി. അതിന് കിട്ടിയ തിരിച്ചടിയാണ് ഇതെന്ന് പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം അറിഞ്ഞിട്ടും കണ്ണൻ അവളെ വീണ്ടും കൂടെ താമസിപ്പിക്കുമെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പേരുദോഷം കേൾപ്പിച്ച് ഒരുത്തി അവൻ ഒരിക്കലും കൂടെ താമസിപ്പിക്കില്ല. അവനൊരു ഉത്തമ പുരുഷനാണ്, അനാവശ്യമായിട്ട് ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്തവനാണെന്നെല്ലാം വാമൻ കണ്ണനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ നോക്കിയിട്ടും കാര്യമൊന്നും ഇല്ലെന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നോക്കാത്തത്. പിന്നെ ഒരുത്തിയെ നോക്കി, അവളാണെങ്കിൽ അവനുള്ള സമ്മാനവും കൊടുത്തു. ഇനി അവള് മടങ്ങി വരാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ നേട്ടം നമുക്ക് എല്ലാവർക്കും തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും അർമാദിക്കാണ് കേട്ടോ രണ്ടുപേരും ചേർന്നിട്ട്. പിന്നീട് പ്രതാപനാണെങ്കിൽ മോഹിനിയുടെ അടുത്ത് വന്നിട്ട് മുനവെച്ച വാക്കുകളൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് വരുന്ന മുത്തശ്ശിയാണെങ്കിൽ എന്താടാ പ്രതാപം എന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ മോളുടെ ജീവിതം തീർന്നു, ഇനി അവള് കണ്ണേശ്വരത്ത് ഉണ്ടാകില്ല, അവൾ എവിടെ പോയി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ വീൽ ചെയറിലിരിക്കുന്ന അവളുടെ ഭർത്താവ് കുറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ നോക്കി കടത്തു പുറത്തു എന്നൊക്കെ പ്രതാപൻ പറയുന്നത് കേൾക്കുമ്പോൾ മോഹിനിയാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി എന്തെങ്കിലും കെണി ഒപ്പിച്ചോ എന്ന് മോഹിനി ചോദിക്കുമ്പോൾ കെണി വെച്ചത് ഞങ്ങളല്ല, നിന്റെ മോളല്ലേ, ഇത്തവണ കമലേശ്വരത്ത് കണി വെച്ചത് നിന്റെ മോളാണ്. മാത്രമല്ല ഇനി അടുത്ത വർഷം ഒന്നും കണി വെക്കാനായിട്ട് അവൾ ഇനി കമലേശ്വരത്ത് കാണില്ല, അതിനൊരു കാരണം കൂടി ഉണ്ടെന്നെല്ലാം മോഹിനിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. തുടർന്ന് അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ എന്ന് മോഹിനി ചോദിക്കുമ്പോൾ അത് നീ പോയി നിന്റെ മരുമകനോട് ചോദിക്കുന്ന പ്രതാപൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഇവളുടെ മോള് വഴിതെറ്റിപ്പോയി എന്ന് മുത്തശ്ശി പറയുന്നത് കേട്ട് അത് കേട്ട് സഹിക്കാൻ കഴിയാതെ ചെവി പോത്തുന്നത് കേട്ടോ മോഹിനി. തുടർന്ന് പറയുന്നുണ്ട്, ആര് വഴിതെറ്റിപ്പോയാലും എന്റെ മോൾ ഒരിക്കലും വഴിതെറ്റിപ്പോവില്ല എന്ന് മോഹിനി പറയുന്നുണ്ട്. വീണ്ടും മഹാലക്ഷ്മിയെയും മോഹിനിയെയും കളിയാക്കി സംസാരിക്കുകയാണ് കേട്ടോ മുത്തശ്ശി ചെയ്യുന്നത്. അങ്ങനെ മോഹിനി അവിടെ നിന്നും പോയതിനു ശേഷം എന്താടാ പ്രതാപ, എന്താ ഉണ്ടായതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ പ്രതാപനാണെങ്കിൽ നടന്നതെല്ലാം മുത്തശ്ശിയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ താടിക്ക് കൈ കൊടുത്ത് നിൽക്കുകയാണ് കേട്ടോ. ശേഷം ഇത് സത്യം തന്നെയാണോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ കണ്ണന്റെ മാമനാണ് ഇത് എന്നോട് വിളിച്ചു പറഞ്ഞത്, കണ്ണൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു, ഇനി അവൻ എത്ര തൊലിക്കെട്ടിയുള്ളവനാണെന്ന് പറഞ്ഞാലും അവൻ അവളെ കൂടെ താമസിപ്പിക്കുമോ, കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും ദാമ്പത്യം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി ആണെങ്കിൽ ക്യാബിനിലിരുന്ന് നിയന്ത്രണം വിട്ട് കരയാണ്. ഇതേ സമയം മോഹിനി വിളിക്കുന്നുണ്ട് കേട്ടോ മഹി. അപ്പൊ അമ്മയുടെ കോള് കാണുന്നതും കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് മഹി. അപ്പൊ മോഹിനിയാണെങ്കിൽ എന്താ മോളെ എന്ന് മഹാലക്ഷ്മിയുടെ ആ കരച്ചിൽ ശബ്ദം കേട്ടുകൊണ്ട് ചോദിക്കുമ്പോൾ ഇവിടെ ചിലത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ ഒന്നും മിണ്ടാൻ കഴിയാതെ പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മുത്തശ്ശി വന്നിട്ട് മോഹിനിയുടെ കയ്യിൽ നിന്നും ആ ഫോൺ പിടിച്ചു വാങ്ങാണ്. തുടർന്ന് പറയുന്നുണ്ട്, ആരെങ്കിലും അവളെ ഇക്കിളിയാക്കി കാണും, അതുകൊണ്ടായിരിക്കും അവള് കളഞ്ഞത്, നിന്റെ മോൾക്ക് എല്ലാം തലതിരിച്ചാണല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഭർത്താവ് എങ്ങാനും ഉപേക്ഷിച്ചിട്ട് അവൾ ഇവിടേക്ക് കയറി വന്നു കഴിഞ്ഞാൽ മുൻവശത്തെ വാതിൽ അവളുടെ മുന്നിൽ തുറക്കരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി മോഹിനിയോട്. ഇത് കേട്ട് ആകെ വല്ലാതാവുന്നുണ്ട് മോഹിനി. ഇതേ സമയം പ്രതാപം വരുമ്പോ മുത്തശ്ശി പറയുന്നുണ്ട്, ഇവള് വിളിച്ചു കഴിഞ്ഞപ്പോ അവള് കരഞ്ഞു എന്ന് പറയുമ്പോ അത് കേട്ട് എല്ലാം സത്യമാണെന്ന് തന്നെ പ്രതാപൻ ഉറപ്പിക്കുന്നുണ്ട്. നിന്റെ മരുമകളുടെ കമ്പനിയും വീടും എല്ലാം അവള് ഭരിക്കുമ്പോ നീ വിളിച്ചപ്പോ കരയണമെങ്കിൽ അതിന് തക്കതായിട്ട് കാര്യം ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കാം. തുടർന്ന് പ്രതാപനും പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് പ്രതാപനും പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം കണ്ണൻ ഇനി അവളെ ഒരിക്കലും കൂടെ താമസിപ്പിക്കില്ല, പക്ഷെ ഇനി ആരുടെ കൂടെ താമസിപ്പിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും എന്റെ കയ്യിലില്ല, അമ്മ പറഞ്ഞതിലും കഴമ്പുണ്ട്, എല്ലാം തകർന്ന് അവൾ ഇവിടേക്കെങ്ങാനും കയറി വന്നാൽ രണ്ട് കൈയും നീട്ടി ഇവിടെ ആരും അവരെ സ്വീകരിക്കാൻ പോകുന്നില്ല, നിനക്ക് വേണമെങ്കിൽ നിന്റെ മോളെ സ്വീകരിക്കാം എന്ന് പ്രതാപൻ പറയുമ്പോ എന്നിട്ട് അവളെയും കൊണ്ട് നീ പുറത്തു പോകണം, നീ മൂന്നാമതൊരു കല്യാണം കഴിച്ച് അവളെയും രണ്ടാമത് കെട്ടിച്ച് സുഖിച്ചു ജീവിച്ചോ എന്നെല്ലാം മുത്തശ്ശി വളരെയധികം മോഹിനിയെ വേദനിപ്പിച്ചുകൊണ്ട്
പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന മോഹിനിയാണെങ്കിൽ എന്റെ മോൾക്ക് എന്തോ ചതി പറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിന്റെ മോള് തന്നെ ഒരു ചതിയല്ലേ എന്ന് പറയുന്നുണ്ട് പ്രതാപൻ. നിന്റെ മോള് ഒരുപാട് അഹങ്കരിച്ചു, തല മറന്ന് എണ്ണ തേച്ചു, അതിനുള്ള ശിക്ഷയാണ് അവൾക്ക് ഇപ്പൊ അനുഭവിക്കുന്നത്. അവളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഭർത്താവ് അങ്ങാനും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൾ എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചാവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിന് തലവെക്കട്ടെ. എന്റെ കുഞ്ഞിന്റെ മുന്നിൽ പലതവണ ജയിച്ചവളെ ഈ വീടിനോ എനിക്കോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. മുത്തശ്ശിയും പ്രതാപനും പോയതിനു ശേഷം മോഹിനി വീണ്ടും മഹാലക്ഷ്മിയെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. മഹിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ആശങ്കപ്പെടുകയാണ് കേട്ടോ മോഹിനി ചെയ്യുന്നത്. ഇതേ സമയം അനന്തുവിന്റെ വീട്ടിലാണെങ്കിൽ കണ്ണനെയും ലേഖയും അനന്തവും ചേർന്നിട്ട് ഒരു വിചാരണയ്ക്ക് ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ നിന്റെ അഭിപ്രായം എന്ന് അനന്തു കണ്ണനോട് ചോദിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞാൽ മതിയെന്ന് കണ്ണൻ പറയുമ്പോൾ ഞങ്ങളല്ലല്ലോ, നീയല്ലേ സംസാരിക്കേണ്ടത്. സാഗർ നിന്നോടല്ലേ എല്ലാം പറഞ്ഞത്, എന്നിട്ടും നീ മഹിയെ ചോദ്യം ചെയ്യാതിരുന്നത് വലിയ തെറ്റായി പോയെന്നെല്ലാം അനന്തു പറയുമ്പോൾ എന്തിനാ അയാളെ ഞാൻ ചോദ്യം ചെയ്യുന്നത്, ഞാൻ ഒരുപാട് പരിമിതികളുള്ള ആളാണ്, അങ്ങനെയുള്ളപ്പോൾ ഒരുപാട് കാലമൊന്നും ഒരു പെൺകുട്ടിക്ക് എന്നെ സഹിക്കാൻ കഴിയില്ല എന്ന് കണ്ണൻ പറയുമ്പോൾ എന്തായാലും മഹിയെ ഇതിന്റെ പേരിൽ ശിക്ഷിക്കണമെന്ന് അനന്തു പറയുമ്പോൾ അതിനൊന്നും ഞാനില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പക്ഷേ അവരെ പോലെ ഒരു പെൺകുട്ടിയെ ഇനി കണ്ണേട്ടന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി കൂടെ എന്ന് ലേഖ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇനി അവളെ നിന്റെ കൂടെ താമസിപ്പിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് അനന്ത് ചോദിക്കുമ്പോൾ അയാൾ എവിടെ വരെ പോകും എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അയാളെ ചോദ്യം ചെയ്യാതിരുന്നത്. ഇന്ന് ഹർത്താലായിട്ടും നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ഞാൻ അയാളെ സാഗറിനൊപ്പം വിട്ടത് മനഃപൂർവ്വമാണ്. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, അറിയേണ്ടതെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് തീരുമാനിക്കേണ്ടത് എന്ന് അനന്ത് പറയുമ്പോൾ അയാളും വരട്ടെ എന്ന് കണ്ണൻ പറയുമ്പോൾ അവരെ പോലെ ഒരാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണോ എന്ന് ലേഖ ചോദിക്കുന്നുണ്ട് കേട്ടോ. സാഗറിന്റെ മുന്നിൽ വെച്ച് തന്നെ സാഗർ പറഞ്ഞ കാര്യങ്ങൾ അയാളോട് ചോദിക്കണം എന്ന് കണ്ണൻ പറയുമ്പോൾ ഇത് കേട്ട് പേടിക്കുന്ന സാഗറാണെങ്കിൽ ഇത്തരം കാര്യത്തിൽ ആരും സ്വന്തം തെറ്റ് സമ്മതിക്കില്ല, അവര് കഥകള് വളച്ചൊടിക്കാൻ ശ്രമിക്കും എന്ന് സാഗർ പറയുമ്പോൾ അങ്ങനെ അയാൾ ചെയ്താലും ഞാൻ അയാളെ വിശ്വസിക്കില്ല എന്ന് കണ്ണൻ പറയുന്നത് കേട്ട് ആശ്വാസമാവുന്നുണ്ട് കേട്ടോ സാഗറിന്. അയാൾ ഈ കേസിൽ നിരപരാധിയാണെങ്കിൽ സാഗറിന് മുൻപ് തന്നെ അയാൾക്ക് എന്നോട് എല്ലാം പറയാമായിരുന്നു, എന്നെ ആദ്യം അറിയിച്ചത് സാഗരല്ലേ, അപ്പോ നീ പറഞ്ഞത് തന്നെയാണ് സത്യമെന്ന് സാഗറിനോട് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇത് ശരിവെക്കുന്നുണ്ട് അനന്തവും. അതിൽ സാഗറിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നും അനന്തു പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് പറയുന്നുണ്ട് ഇതൊരു കോടതിയാണ്, ഇവിടെ വെച്ച് അവരെ വിചാരണ ചെയ്യണമെന്ന് ലേഖയും പറയുന്നുണ്ട്. തുടർന്ന് അനന്തു സാഗറിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഇരിക്കുന്നത് ഒരു വക്കീലാണ്, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വക്കീൽ പരീക്ഷ പാസ്സായവനാണ്, അതിന്റെ കൂടെയാണ് MBA എടുത്തത്. ഇവന് മഹിയോട് എന്താണ് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് ചോദിക്കാമെന്നെല്ലാം അനന്തു പറയുന്നുണ്ട് കേട്ടോ. കണ്ണനെ കുറിച്ച് പറയുന്നുണ്ട് സാഗറിനോടായിട്ട്. ഞാൻ ഇതുവരെ കോടതിയിലേക്കൊന്നും പോയിട്ടില്ല ഒരു കേസ് വാദിക്കാനായിട്ട്, ഇടയ്ക്ക് കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് പോയിട്ടുണ്ട്, പക്ഷെ സ്വന്തം ജീവിതം കോടതിക്ക് മുന്നിലെത്തുമ്പോൾ ഏത് വലിയ വക്കീലും ഒന്ന് പതറുമെന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് അവരെ വിളിച്ചിട്ട് വേഗം ഇങ്ങോട്ട് വരാൻ ലേഖ കണ്ണനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ സമയം സാഗർ ആണെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവാണ്. അങ്ങനെ പുറത്തെത്തുന്ന സാഗർ മേഘനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ മേഘനാണെങ്കിലും സാഗറിന്റെ വിളിയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാഗറിന്റെ കോള് കിട്ടുന്നതും എന്തായിടാ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്, അവൾ ഇതുവരെ വന്നിട്ടില്ല, ഇനി അവൾ എത്തണം, പിന്നെ സാറ് പറഞ്ഞതുപോലെ എല്ലാം നടക്കും എന്നും പറയുന്നുണ്ട് കേട്ടോ സാഗരം. തുടർന്ന് മേഘൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കണ്ണന്റെയും അനന്തുവിന്റെയും ലേഖയുടെയും മുന്നിൽ വെച്ച് അവള് പുണ്യവതി ആവാനായിട്ട് ശ്രമിക്കും, പക്ഷെ നീ പറഞ്ഞതിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകരുത്, എല്ലാത്തിലും ഉറച്ചു നിൽക്കണം, വഴിതെറ്റിപ്പോയവളെ കണ്ണന്റെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിടണം, കണ്ണൻ തിരിച്ചു പോകുമ്പോ അവന്റെ കൂടെ മഹാലക്ഷ്മി ഉണ്ടാകരുത് എന്നും പറയുന്നുണ്ട് കേട്ടോ മേഘൻ. അതൊന്നും സാറ് പേടിക്കണ്ട, അവളിനി എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല, പക്ഷെ കണ്ണൻ അവളെ ഇറക്കി വിട്ടു കഴിഞ്ഞാല് അവളെ എന്റെ കൂടെ പോരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല, എങ്കിലും കണ്ണൻ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നെല്ലാം സാഗർ പറയുമ്പോൾ അവൾ അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘനും. സാർ എനിക്ക് തരാമെന്നേറ്റ പണം എടുത്തു വെച്ചോ, ഇന്നത്തോടെ എന്റെ ഇവിടുത്തെ ജോലി പൂർത്തിയാകുമെന്നും മേഘനോടായിട്ട് സാഗർ പറയുന്നുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണമെന്നും മേഘൻ പ്രത്യേകം സാഗറിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മഹിയലക്ഷ്മി ആണെങ്കിൽ കമ്പനിയിൽ നിന്ന് ഇറങ്ങി അനന്തുവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. തുടർന്ന് അനന്ത് സാഗറിനോട് പറയുന്നുണ്ട് സാഗറിന് ഒരിക്കലും കമ്പനിയിൽ നിന്നും പോകേണ്ടി വരില്ല, കാരണം സാഗർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി ഒരു നിമിഷം പോലും ആ കമ്പനിയിൽ തുടരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും ഇത്തരം അനുഭവങ്ങളല്ലേ ഉണ്ടാവുക എന്ന് സാഗർ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി അവിടെ ഉണ്ടെങ്കിലല്ലേ സാഗറിന് പേടിക്കേണ്ടതുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ ലേഖ. ഇതേ സമയം ഇനി മഹിയെ ഇവൻ അവിടെ തുടരാൻ അനുവദിച്ചാലും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അനന്തു പറയുന്നുണ്ട്. ആദ്യം മഹി വരട്ടെ, എന്നിട്ട് നമുക്ക് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് കണ്ണൻ പറയുമ്പോൾ അവര് വരുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുകയാണ് സാറേ, അവര് ചിലപ്പോ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് പറയുമെന്നെല്ലാം സാഗർ പറയുമ്പോൾ
സാഗർ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നെന്ന് ചോദിക്കുകയാണ് കേട്ടോ കണ്ണൻ. അവരുടെ ഇന്നത്തെ മട്ടും ഭാവവും ഒക്കെ അങ്ങനെയായിരുന്നു. ഞാൻ ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരെന്നെ കുത്തി വീഴ്ത്തിയേനെ എന്നെല്ലാം സാഗർ പറയുന്നത് കേട്ട് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കണ്ണന്. തുടർന്ന് കണ്ണേട്ടൻ അവരെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവരെങ്ങോട്ട് പോകും, സ്വന്തം വീട്ടിൽ അവരെ സ്വീകരിക്കൂ എന്ന് ലേഖ ചോദിക്കുമ്പോൾ കല്യാണത്തിന് മുൻപ് തന്നെ അയാളുടെ സ്ഥിതി അവിടെ പരിങ്ങലായിരുന്നു, പിന്നെ കല്യാണ ശേഷം അവര് സ്വീകരിക്കൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ അവർക്ക് തെണ്ടി നടക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അവരെന്തെങ്കിലും ചെയ്തോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ എന്ന് ലേഖയും പറയുന്നുണ്ട്. ഇവൻ അവൾക്ക് ഒരു ജീവിതം കൊടുക്കുവാൻ ശ്രമിച്ചു, പക്ഷേ അവൾ അത് തൊലച്ചു കളഞ്ഞു. അതോടെ ആ അധ്യായം അടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയെ വല്ലാതെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ അനന്തവും. ഇതേ സമയം മഹി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോ മഹി വരുന്നത് എല്ലാവരും ഇനി രൂക്ഷമായിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സ് ഇവിടെ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. സാഗറിനെ വലിച്ചു കീറും എന്നുള്ള കാര്യവും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിന്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത്. ഈ രവി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്